വടക്കൻ ജില്ലകളിലെ സീറ്റ് ക്ഷാമം പരിഹരിക്കാനാണ് പുതിയ പ്ലസ് ടു സ്കൂളുകളും ബാച്ചുകളും അനുവദിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. എന്നാൽ പ്ലസ് ടു സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ പുതിയ സ്കൂളുകൾ കൂടുതലായി അനുവദിക്കുകയായിരുന്നു. ഇതിന് കാരണമായത് പ്ലസ് ടു അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ നീക്കമാണ്. സാമുദായികവും പ്രാദേശികവുമായ സന്തുലനം പാലിക്കണമെന്ന് ഉപസമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടതായാണ് വിവരം. ചില സാമുദായിക സംഘടനകൾക്കായി ഇവർ വാദിച്ചതായും സൂചനയുണ്ട്. ഇതിനിടെയാണ് ഉപസമിതിക്കെതിരെ ആരോപണവുമായി മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി രംഗത്ത് വന്നത്. ഇത്തരത്തിൽ അശാസ്ത്രീയമായും മറ്റെന്തോ പരിഗണനകളെ മുൻനിർത്തിയും കോഴ്സുകളും ബാച്ചുകളും കൊടുക്കുമ്പോൾ തന്നെ മന്ത്രിസഭാ ഉപസമിതി ഇക്കാര്യത്തിൽ ഈ കുറ്റത്തിൽ പങ്കാളികളായിരിക്കും എന്ന് വളരെ വ്യക്തമാണല്ലോ. ഉപസമിതിയുടെ ആവശ്യകതയും ബേബി ചോദ്യം ചെയ്യുന്നു. ഇപ്പം എന്തിനാണ് വിവിധ ഘടക പാർട്ടികളുടെ പ്രതിനിധികളായ മന്ത്രിമാരുടെ ഒരു ഉപസമിതി നിയോഗിക്കപ്പെട്ടത്? ലേലം വിളിക്കാനാണെന്ന് ആക്ഷേപം ഉന്നയിച്ചാൽ അല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? LDFിൻ്റെ കാലത്ത് മന്ത്രിസഭാ ഉപസമിതി ഒന്നും ഉണ്ടാക്കിയിട്ടേ ഇല്ല. ഇത് സംബന്ധിച്ച് പഠനം നടത്തി മാനദണ്ഡപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായകമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒരു വിദഗ്ധ സമിതിയാണ് നിയോഗിച്ചത്. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രിക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും അദ്ദേഹം മീഡിയ വണ്ണോട് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബിനെ കൂടാതെ മന്ത്രിമാരായ K ബാബു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PJ ജോസഫ് എന്നിവരായിരുന്നു ഉപസമിതി അംഗങ്ങൾ. മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, തിരുവനന്തപുരം.